ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ തോരനാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ തോരനാണ്. കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പാത്രത്തിൽ അത് കുടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇതേ ഉണ്ടോ, നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ലഡ്ഡു കൊണ്ട് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഒരു പീസസ് കിട്ടത്തക്ക രീതിയിൽ വേണം ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഓപ്ഷനിലാണ്, കേട്ടിട്ടില്ല. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം, മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടേച്ച് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് വരുന്ന ഒരു പരുവം, നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള സവാള ചേർത്ത് കൊടുത്താൽ നമുക്ക് പിന്നെ ഇതിനെക്കാട്ടി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള ചേർത്തത്. അപ്പം സവാള നമുക്കൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം പിന്നെ സവാളയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കും. നന്നായിട്ട് ഇതൊന്ന് സോട്ടായിട്ട് വരണം. ഏകദേശം നമ്മുടെ സവാള ആയി വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതും നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയേ. അരപ്പിൻ്റെ പച്ച ചുവയെല്ലാം മാറണം. നമ്മുടെ സവാളയുടെ ഈ കൂട്ടിലേക്ക് നമ്മുടെ അരപ്പെല്ലാം മിക്സ് ആവണം നന്നായിട്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ചിക്കൻ്റെ പീസസുകൾ കണ്ടോ, നമുക്ക് കാണത്തക്ക രീതിയിൽ ആ ഒരു പരുവത്തിൽ ഇതാണ് കറക്റ്റ് പരുവം വെന്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കുക്കറിലൊക്കെ ഇട്ട് അടിക്കുവാണെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചിക്കൻ പിരിഞ്ഞു പോകാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ചിക്കന് വലിയ വേവൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ നമ്മളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ചിക്കനിലെ മസാലയെല്ലാം മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേ കണ്ടോ, മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ എല്ലാം മങ്ങിയ എത്ര പെട്ടെന്ന് ചിക്കൻ തോരൻ ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.